السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وآل كل الصحابة أجمعين. أما بعد. ബഹുമാനമുള്ള ജമാഅത്തിൻ്റെ പ്രസിഡന്റ്, കമ്മിറ്റി, മറ്റു കമ്മിറ്റി ഭാരവാഹികളെ, ഉസ്താദുമാരെ, നാട്ടുകാരെ, സഹോദര സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഷഹ്റു റമളാൻ മാസത്തിലെ പുണ്യമാക്കപ്പെട്ട മഗ്ഫിറത്തിൻ്റെ പത്തിലെ 12ാമത്തെ ഈ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് ഇഫ്താറിനോട് അനുബന്ധിച്ചുള്ള ഈ സമയത്ത് നമ്മുടെ മഹദിയായ മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ചാരത്ത് വെച്ച് എല്ലാ മാസവും നാം നടത്തിവരുന്ന സ്വലാത്ത് മജ്ലിസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ റമളാൻ നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കുന്ന ഒരു റമളാനാക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിലെ ഏറ്റവും മഹത്വമേറിയ നടുവിലത്തെ പത്തിലാണ് നമ്മളുള്ളത്. അവൻ്റെ അടിമകൾക്ക് ധാരാളമായി അല്ലാഹു പുറത്തു കൊടുക്കുന്ന, മഗ്ഫിറത്ത് ചെയ്യുന്ന ഒരു പത്താണ് ഈ മഗ്ഫിറത്തിൻ്റെ പത്ത് എന്നുള്ളത്. വിശുദ്ധ റമളാൻ തന്നെ അവൻ്റെ അടിമകൾക്ക് വേണ്ടി പുറത്തു കൊടുക്കുവാൻ വേണ്ടി അല്ലാഹു തആല മാറ്റിവെച്ചിട്ടുള്ള ഒരു മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലെ എത്രയോ ആയത്തുകളിൽ അല്ലാഹു തആല നിരന്തരമായി നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. നിശ്ചയമായും ഞാൻ ദോഷം പുറത്തു തരുന്നവനാണ്, ഞാൻ കാരുണ്യം ചെയ്യുന്നവനാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹി ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇങ്ങനെ തുടങ്ങി നിരവധി ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ പുറത്തു തരുന്നവനാണ്, അവൻ മാപ്പ് ചെയ്യുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണ് എന്ന് നിരവധി സ്ഥലങ്ങളിൽ അല്ലാഹു തആല സൃഷ്ടികളായ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഉത്ബോധിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് അല്ലാഹു തആല ഇടക്കിടക്ക് ഞാൻ ഗഫൂറാണെന്നും റഹീമാണെന്നും പുറത്തു തരുന്നവനാണെന്നും നമ്മോട് അല്ലാഹു തആല ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ്. എൻ്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഉളരി വരണം, നിങ്ങൾ എൻ്റെ തൗബയിലേക്ക് നിങ്ങൾ ഉളരി വരണം എന്ന് അല്ലാഹു തആല നമ്മെ പിന്നെയും പിന്നെയും വിളിക്കുകയാണ്. എൻ്റെ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗമുണ്ട്, ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ വരൂ, നിങ്ങൾ എന്നോട് തൗബ ചെയ്യൂ, എന്നോട് നിങ്ങൾ മാപ്പ് ചോദിക്കൂ എന്നിങ്ങനെ അല്ലാഹു തആല നിരന്തരമായി അടിമകളായ നമ്മോട് വിളിച്ചു പറയുകയാണ്.
മാത്രമല്ല ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിശുദ്ധ റമദാനിന്റെ നിലാവ് കണ്ടു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ വാതിലുകൾ അല്ലാഹു തആല തുറന്നു വെക്കുകയും നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി പുറത്തു കൊടുക്കുവാനും മാപ്പ് ചെയ്യുവാനും കരുണ ചെയ്യുവാനും അല്ലാഹു തആല ഈ വിശുദ്ധമായ മാസത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുഅ്മിനുകളെ, വിശുദ്ധമായ റമദാനിലെ ആദ്യത്തെ കാരുണ്യത്തിൻ്റെ 10 നമ്മിൽ നിന്ന് കഴിഞ്ഞ് മഗ്ഫിറത്തിൻ്റെ 10ലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്, കഴിഞ്ഞ വർഷം ഈ വിശുദ്ധമായ റമദാനിൽ നമ്മുടെ കൂടെ തറാവീഹ് നിസ്കരിച്ചിരുന്ന, പള്ളിയിൽ വന്നിരുന്ന, ജുമഅക്ക് വന്നിരുന്ന, നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മോട് കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് 6 അടി മണ്ണിൽ ഇന്ന് ഖബറിൽ കിടക്കുകയാണ്. നമ്മുടെ ഈ പ്രിയത്തവയിലെ ഉറൂസിന്റെ പരിപാടിയിൽ സമാപന ദിവസം മണിക്കൂറുകളോളം നമ്മോട് ഉത്ബോധനം നടത്തിയ വന്യരായ മസൂദ് സഖാഫി ഉസ്താദ് ഇന്ന് 6 അടി മണ്ണിലാണ്. വിശുദ്ധ റമദാനിലെ പല സ്ഥലങ്ങളിലും പരിപാടിക്ക് വേണ്ടി ഡേറ്റുകൾ കൊടുത്ത് അതിൻ്റെ പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. നാം ആലോചിക്കേണ്ടത്, ഈ ഇരുന്ന സ്ഥലത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും തന്നെ തിരിച്ചു വീട്ടിലെത്തുമോ എന്ന് എനിക്കും നിങ്ങൾക്കും ഒരു ഗ്യാരണ്ടിയും നമ്മുടെ മുന്നിലില്ല. വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഈ പ്രാവശ്യം അപേക്ഷിച്ച് അത് പാസ്സായി അതിന് 2 ഗഡു പണം അടച്ചതിന് ശേഷം യാത്രയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിന് 2 മാസത്തെ അല്ലെങ്കിൽ 3 മാസത്തെ അല്ലെങ്കിൽ 2 മാസത്തെ സമയം ആ യാത്രയ്ക്ക് വേണ്ടി ഇനിയും ആ യാത്രക്കാരുടെ മുന്നിലുണ്ട്. വിദേശ നാടുകളിൽ നിന്ന് നമ്മുടെ ഉറൂസിന് വന്ന് അല്ലെങ്കിൽ റമദാനിലേക്ക് വേണ്ടി നാട്ടിൽ വന്ന് റമദാൻ കഴിഞ്ഞ് ആ വിദേശത്തേക്ക് തന്നെ തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ ഡേറ്റുകൾ കണ്ട് കാത്തിരിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ഹജ്ജിന് പോകുന്നവർ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറായി നിൽക്കുകയാണ്. വിശുദ്ധ റമദാൻ കഴിഞ്ഞ് ഒരു ഉംറ സിയാറത്ത് നടത്തണമെന്ന് ഉദ്ദേശിച്ച് അതിന് പണം അടച്ച് ആ ഉംറ സിയാറത്തിന് വേണ്ടി ഇപ്പോൾ ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ നമുക്ക് ഈ യാത്രകളെല്ലാം നമ്മൾ തിരിച്ചു വരാൻ നിശ്ചയിച്ചു പോകുന്ന യാത്രകളാണ്. എന്നാൽ ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്രയ്ക്ക് വേണ്ടി 1 മാസത്തെയോ അല്ലെങ്കിൽ 2 മാസത്തെയോ ഒരാഴ്ചയുടെയോ ഒരു ദിവസത്തിൻ്റെയോ 1 മണിക്കൂറിൻ്റെ പോലും 1 നിമിഷത്തിൻ്റെ പോലും ഗ്യാരണ്ടിയില്ലാത്ത ഒരു യാത്ര നമ്മുടെ മുന്നിലുണ്ട്. അതിനെപ്പോഴും നമ്മൾ തയ്യാറായി നിൽക്കേണ്ടവരാണ്. ആ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങി നിൽക്കേണ്ടവരാണ്. അതിന് ഒരു വിസയോ അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടിയോ ഒരു അവധിയോ നമ്മുടെ മുന്നിലില്ല. 1 മണിക്കൂർ പോലും നമ്മൾ ആ സമയം വരെ ജീവിച്ചിരിപ്പുണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ യാത്രക്ക് വേണ്ടിയുള്ള ഒരുങ്ങുന്നതിന് വിശുദ്ധമായ റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ട് 12 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഈ 12 ദിവസങ്ങളിൽ 12ാമത്തെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മളൊന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കുക, ആലോചിക്കുക. വിശുദ്ധമായ റമദാനിന്റെ പുണ്യങ്ങളെ ഞാനും നിങ്ങളും എത്ര കരസ്ഥമാക്കിയിട്ടുണ്ട്. ഒരു ഖത്മെങ്കിലും 12 ദിവസങ്ങളിൽ തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഷഹ്റു റമദാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് പരിശുദ്ധമായ റമദാൻ. ഖുർആനിന്റെ വാർഷികം ആഘോഷിക്കുന്ന മാസമാണ്. ഖുർആനിന്റെ മഹത്വം പറയുന്ന മാസമാണ്.
ഖുർആനിന്റെ പവിത്രമായ അവതരണം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിച്ചതിന്റെ ഈ ഖുർആനിന്റെ അവതരണത്തിന്റെ മാസമാണ് പരിശുദ്ധ റമദാൻ. ഈ റമദാനിൽ ഒരു ഖത്മ ഈ 12 ദിവസങ്ങളെ കൊണ്ട് തീർക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? ഒന്ന് ഞാനും നിങ്ങളും അവലോകനം നടത്തേണ്ടതാണ്. മാത്രമല്ല, ഈ 12 ദിവസങ്ങളിൽ വെച്ച് തറാവീഹ് നിസ്കാരം നടക്കുമ്പോൾ നമ്മൾ എത്ര തറാവീഹ് നിസ്കാരത്തിൽ സംബന്ധിച്ചു? നല്ല ആയുസ്സും നല്ല ആരോഗ്യവും നല്ല ആഫിയത്തുമുള്ള ചെറുപ്പക്കാർ പോലും 10 റക്അത്ത് കഴിഞ്ഞ് വന്നു കൂടുന്നവരില്ലേ? 12 റക്അത്ത് കഴിഞ്ഞ് വന്ന് കൂടുന്നവരില്ലേ? 14 റക്അത്ത് 16 റക്അത്ത് കഴിഞ്ഞ് കൂടുന്നവരില്ലേ? അവസാനം വിത്തറിൽ മാത്രം വന്ന് സംബന്ധിക്കുന്നവരില്ലേ? ഒന്ന് ആലോചിക്കുക. അല്ലാഹു തന്ന നിഅമത്തുകളും സൗകര്യങ്ങളും സൗഖ്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് വിശുദ്ധമായ റമദാനിൽ വന്ന് തറാവീഹ് നിസ്കരിക്കാൻ പോലും നമുക്ക് സമയമില്ലെങ്കിൽ ഈ റമദാന് കൊണ്ട് നമുക്ക് എന്ത് ഉപകാരമാണ് കിട്ടിയിട്ടുള്ളത്? കുറെ നോമ്പ് തുറയും കുറെ ഭക്ഷണവും കഴിച്ചു എന്നല്ലാതെ ഈ റമദാനിന്റെ പുണ്യങ്ങളെ കരസ്ഥമാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? തറാവീഹ് നിസ്കാരം നിർവഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വിശുദ്ധ റമദാൻ തറാവീഹിന്റെ മാസമാണ്. തറാവീഹ് നിസ്കാരം അധികരിപ്പിക്കേണ്ട, അത് നിർവഹിക്കേണ്ട മാസമാണ്. മൻ ഖാമ റമദാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ അല്ലാഹുവിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധ റമദാനിൽ തറാവീഹ് നിസ്കാരം നിർവഹിച്ചാൽ അവന്റെ ദോഷങ്ങൾ മുഴുവനും പൊറുക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ ആദ്യത്തെ റഹ്മത്തിന്റെ 10 കഴിഞ്ഞു. ഇപ്പോൾ മഗ്ഫിറത്തിന്റെ 10ആണ്, ദോഷം പൊറുക്കുന്ന 10ആണ്. കഴിഞ്ഞ റമദാന് പോലെ ഈ റമദാനും നമ്മളിൽ കഴിഞ്ഞു പോയാൽ പറ്റുമോ? മുമ്പത്തെ റമദാനുകളെല്ലാം നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി. അവസാനം നമ്മൾ അവസാനത്തെ വെള്ളിയാഴ്ച പള്ളിയിൽ വെച്ച് ഖതീബ് അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ, അസ്സലാമു അലൈക യാ ശഹ്റ തറാവീഹ്, അസ്സലാമു അലൈക യാ ശഹ്റൽ ബറകത്തി വർ-റിദ്വാൻ എന്ന് സലാം പറയുമ്പോ കണ്ണുനീരൊലിപ്പിച്ചിട്ട് പടച്ചവനെ, ഈ റമദാനിൽ വേണ്ടതുപോലെ തറാവീഹ് നിസ്കരിക്കാൻ പറ്റിയില്ലല്ലോ, വേണ്ടതുപോലെ റബ്ബിനോട് അടുത്ത് ദുആ ചെയ്യാൻ പറ്റിയില്ലല്ലോ, വേണ്ടതുപോലെ സൽക്കർമ്മം ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ചിട്ട് അടുത്ത റമദാൻ എനിക്കുണ്ടെങ്കിൽ ഞാൻ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുമെന്ന് തീരുമാനിച്ചിട്ട് ഇപ്പൊ റമദാൻ വന്നിട്ട് 12 ദിവസങ്ങൾ പിന്നിടുകയാണ്. നമ്മൾ എന്ത് നേടി മുഅ്മിനീങ്ങളെ? നമ്മൾ എന്ത് നേടി പ്രിയപ്പെട്ടവരെ? എത്ര ഇബാദത്ത് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചു, എത്ര തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിച്ചു, നാവിനെ എത്രത്തോളം സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ രാവിലെ മുതൽ മഗ്രിബ് വരെ പട്ടിണി ഇരുന്നിട്ട് നാവിനെ സൂക്ഷിക്കാതെ ആരാന്റെ ഗീബത്തും നമീമത്തും നിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഭക്ഷണം ഒഴിവാക്കിയിട്ട് പട്ടിണി കിടന്നിട്ട് മഗ്രിബാകുമ്പോൾ നിനക്ക് കിട്ടുന്നത് എന്താണ്? ആ വിശപ്പല്ലാതെ ദാഹമല്ലാതെ പട്ടിണിയല്ലാതെ ഒരു ഫലവും നിനക്ക് ആ നോമ്പ് കൊണ്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മാസത്തൊന്ന് ബഹുമാനിച്ചിട്ടെങ്കിലും, ഈ മാസത്തെ ഒന്ന് ആദരിച്ചിട്ടെങ്കിലും, തെറ്റുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് നിസ്കാരങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിച്ച് ജമാഅത്തൊക്കെ പരമാവധി സൂക്ഷിച്ച് തറാവീഹാകുന്ന പുണ്യമാക്കപ്പെട്ട ഈ മാസത്തിന്റെ നിസ്കാരമൊന്ന് നിർവഹിക്കുന്നതിന് വേണ്ടി ഉള്ള ആഫിയത്ത് വെച്ച് പള്ളിയിൽ വന്നുകൂടെ? അല്ലെങ്കിൽ കഴിവുള്ള സ്ഥലത്ത് നിനക്ക് നിസ്കരിച്ചുകൂടെ? നിസ്കാരം തന്നെ ഒരു തോന്നിവാസം പോലെ, ഒരു കളി പോലെ, പലർക്ക് ഒരു കളിയാണ്, ഒരു തോന്നിവാസമാണ്.
പള്ളിയിൽ വന്നാലും വല്ലാത്ത ഒരു സംഘട്ടനമാണ്. പലർക്കും പള്ളിയിൽ വന്നിട്ട് ബാക്കിന്റെ സൊഫിൽ നിന്നിട്ട് നിസ്കാരം ഒരു കളിയാണ്. അള്ളാന്റെ പള്ളിയിലാണെന്നുള്ള ബോധം വേണം. ഇത് റബ്ബിന്റെ പള്ളിയിൽ വെച്ചിട്ടുള്ള റമദാനിന്റെ നിസ്കാരമാണെന്ന ബോധം വേണം. ഓ ചെറുപ്പക്കാരാ, ഒന്നിരിക്കലും നീ തറാവീഹിന് വന്നില്ലെങ്കിൽ തറാവീഹിന് വന്നില്ല എന്ന കുറ്റം മാത്രമേ നിനക്ക് കിട്ടുകയുള്ളൂ. പള്ളിയിൽ വന്നിട്ട് അനാവശ്യം പറഞ്ഞ് മൊബൈലും ഞെക്കിയിട്ട് തറാവീഹിന്റെ സമയത്ത് നിന്റെ പരിശുദ്ധമായ ഈ സമയത്തെ നഷ്ടപ്പെടുത്തുന്നത്, അനാദരിക്കുന്നത്, പള്ളിയെ ബഹുമാനിക്കാതെ അതിനോട് അനാദരവ് കാണിക്കുന്നത് മാത്രമല്ല, നിസ്കരിക്കുമ്പോൾ ഒരു പുറംതിരിഞ്ഞ് നിൽക്കുന്നത് പോലെ ഒരു ധിക്കാരം കാണിക്കുന്നത് നാശത്തിന്റെ തുടക്കമാണ് കേട്ടോ. അത് ജീവിതത്തിലെ വലിയ നാശം സമ്പാദിക്കുകയാണ്. റമദാനിലെ പുണ്യം നേടുന്നതല്ല, റമദാനിന്റെ സർവ്വ കുറ്റങ്ങളും വാരിക്കൂട്ടുകയാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ ജാഗ്രതയോടെ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കടക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന സ്വലാത്ത് ചൊല്ലിയിട്ട് വലത്തെ കാല് പള്ളിയിലേക്ക് വെച്ചിട്ട് അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്, റബ്ബേ നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരേണമേ എന്ന് ദുആ ചെയ്തിട്ട് അതബോടെ കുരുത്തത്തോടെ പൊരുത്തത്തോടെ റബ്ബിന്റെ ഭയത്തോടെ പള്ളിയിലേക്ക് കടക്കുക. ആ പള്ളിയിൽ ഇബാദത്ത് നിർവഹിക്കുക. അനാവശ്യ സംസാരം പള്ളിയിൽ സംസാരിക്കരുത് കേട്ടോ. ഈ കുരുത്തക്കേടും ഈ വലിയ തെറ്റും സമ്പാദിച്ചു എന്നല്ലാതെ റമദാനിൽ നമ്മൾ എന്ത് സമ്പാദിച്ചു എന്ന് ആലോചിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. എല്ലാവരെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്, വേദനയോടെ ഞാൻ പറയുകയാണ്. പരിശുദ്ധ റമദാൻ വന്നിട്ടും പള്ളിയിൽ വന്നിട്ട് ഇത്തരം ധിക്കാരം കാണിക്കുന്നത് എന്തൊരു വിഷമമാണ്, എന്തൊരു വേദനാജനകമാണ്. സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ, അല്ലാഹുവിന്റെ പള്ളിയെ ബഹുമാനിക്കുക, ആദരിക്കുക. വിശുദ്ധ റമദാനിൽ നമ്മൾ വലിയ കുറ്റം നമ്മൾ വാരിക്കൂട്ടരുത് കേട്ടോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്നായി ചിന്തിക്കണം, ആലോചിക്കണം. തറാവീഹിന് വരാൻ കഴിവുണ്ടായിട്ട് പോലും, ആരോഗ്യമുണ്ടായിട്ട് പോലും പള്ളിയിൽ കാണേണ്ട പലരും കാണുന്നില്ലല്ലോ. പള്ളിയിൽ കാണേണ്ട പലരെയും കാണുന്നില്ലല്ലോ. തറാവീഹിനെത്തേണ്ട പലരെയും തറാവീഹിന് കാണുന്നില്ലല്ലോ. ജമാഅത്തിനെത്തേണ്ട പലരെയും ജമാഅത്തിന് കാണുന്നില്ലല്ലോ. വിശുദ്ധ റമദാൻ വന്നു എന്ന സമയം ബോധം വന്നിട്ടില്ലേ? വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഓ വിശ്വാസിയായ മനുഷ്യ, ഇനിയും നിനക്ക് അല്ലാഹുവിനെ പേടിക്കാനുള്ള സമയം എത്തിയിട്ടില്ലേ? സമയം വന്നിട്ടില്ലേ? പടച്ചവനെ ഭയപ്പെടാനുള്ള സമയം ഇനിയും നിനക്കായിട്ടില്ലേ എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ റമദാനിന്റെ ഈ പുണ്യങ്ങളെ നഷ്ടപ്പെടുത്തരുത്, കൈവിട്ടു പോകരുത്, ഇത് നഷ്ടപ്പെടുത്തി കളയരുത്. ഏറ്റവും നല്ല അവസരമാണ്, ഏറ്റവും നല്ല സമയമാണ്, നല്ല പുണ്യങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് ഈ മാസത്തിന്റെ പുണ്യത്തെ നമ്മൾ ഒരിക്കലും തന്നെ നഷ്ടപ്പെടുത്തി കളയരുത് കേട്ടോ. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പരിശുദ്ധമായ റമദാൻ അടിമകൾക്ക് പുറത്തു കൊടുക്കുന്നതാണ്. അവസാനത്തെ 10 നരകത്തിൽ നിന്ന് മോചനം നൽകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നിസ്കാര ശേഷവും അല്ലാതെയും ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ജഅൽ ഹാദാ ശഹ്റ ശരീഫൽ അദീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. എന്താണ് ഈ ദുആ? ഈ ദുആ എന്താണ്? ഇതിന്റെ അർത്ഥം എന്താണ്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. അല്ലാഹുവേ, ഈ റമദാൻ നാളെ പരലോകത്ത് നിന്റെ കോടതിയിൽ വരുന്ന സമയത്ത് ഈ റമദാൻ എനിക്ക് ഒരിക്കലും തന്നെ കേടായി സാക്ഷി നിൽക്കാൻ പാടില്ല. റമദാൻ നാളെ റബ്ബിൻ്റെ അടുത്ത് വന്നു പറയും, അല്ലാഹ്, ഞാൻ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോ, ഇന്ന കൊല്ലത്തിൽ കടന്നു വന്നപ്പോ
എന്നെ നല്ലപോലെ ഇബാദത്ത് ചെയ്തവനാണ്, നിസ്കരിച്ചവനാണ്, നോമ്പ് നോക്കിയവനാണ്, ആദരിച്ചവനാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. വിശുദ്ധ റമദാൻ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വന്നിട്ട് പറയും, പഠിച്ചവനെ, ഞാൻ മാസം ഈ റമദാനാകുന്ന ഞാൻ കടന്നു വരുമ്പോൾ എന്നെ നല്ലപോലെ ആദരിച്ച് ബഹുമാനിച്ച് നിസ്കരിച്ച് തറാവീ നിസ്കരിച്ച് നോമ്പ് നോക്കി സൽക്കർമ്മങ്ങൾ ചെയ്തവനാണ് ഇവൻ എന്ന് ആ റമദാൻ നമുക്ക് സാക്ഷി നിൽക്കും. ഇനി അഥവാ റമദാനിനെ അനാദരിച്ചാലോ, ആദരവ് കാണിച്ചില്ലെങ്കിലോ, ഈ റമദാനിൽ കുറ്റക്കേട് സമ്പാദിച്ചാലോ, റമദാൻ പറയും നാളെ റബ്ബിനോട്, റബ്ബേ, എന്നെ ബഹുമാനിക്കാത്തവനാണ്, ആദരിക്കാത്തവനാണ്, അതുകൊണ്ട് ഇവനിക്ക് നീ ശിക്ഷ കൊടുക്കണമെന്ന് ഈ വിശുദ്ധ റമദാൻ നമുക്ക് കേടായി സാക്ഷി നിൽക്കും. അല്ലാഹു കാത്തു സലാമത്താകട്ടെ. പ്രിയപ്പെട്ടവരെ, ആലോചിക്കുക, മഗ്ഫിറത്തിന്റെ പത്താണ്, ദോഷം പൊറുത്തു തരുന്ന പത്താണ്. ഏത് തെറ്റ് നമ്മളിൽ നിന്ന് ഈ റമദാനിലോ ഇതിനു മുമ്പോ നമ്മൾ ഇന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും പൊറുത്തു കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല മാറ്റിവെച്ചിട്ടുള്ള ഒരു പത്തിലാണ് നമ്മളുള്ളത്, ആ മാസത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് അല്ലാഹു തആല നമ്മെ വീണ്ടും വിളിക്കുന്നു, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നിങ്ങൾ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ ആശമുറിയണ്ട. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ. അല്ലാഹു നിങ്ങളുടെ സർവ്വദോഷം പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങൂ, നിങ്ങൾ തൗബ ചെയ്തു മടങ്ങൂ, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടൂ, നിങ്ങൾക്ക് അല്ലാഹു പൊറുത്തു തരും എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ റബ്ബിലേക്ക് മടങ്ങാൻ, അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ നമ്മൾ സമയം കണ്ടെത്തി വിശുദ്ധമായ റമദാനിൻ്റെ ഈ പുണ്യങ്ങളെ നല്ലപോലെ ആദരിച്ച് ബഹുമാനിച്ച്, ഈ മാസത്തെ നല്ലോണം ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് ഇതിൻ്റെ ഓരോ നിമിഷങ്ങളിലുമുള്ള പുണ്യങ്ങളെ കരസ്ഥമാക്കുക. ഇതിനെ കൈമുതലാക്കാൻ നമുക്ക് എടുക്കാൻ വേണ്ടി ഞാനും നിങ്ങളും തയ്യാറാകണം. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ നമ്മുടെ ഈ മജ്‌ലിസിൽ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്.